ഹലോ, അങ്ങനെ ആട് 3 കണ്ടു കേട്ടോ. ഇതേപോലൊരു ഊമ്പിയ പടം. ആട് 1 ആട് 2ൻ്റെ 7 അയലൊക്കത്തിൽ ആട് 3. എന്നാ മൂഞ്ചിയ സ്ക്രീൻ പ്ലേ ആണ് എഴുതി വെച്ചേക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് തന്നോടാണ് എനിക്ക് പറയാനുള്ളത്. 2 വർഷം മുമ്പ് തന്നെ എയർപോർട്ട് വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്തുമായിരുന്നു താൻ എന്നോട് അടിച്ച ആ ഡയലോഗ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്ത് ഡയലോഗാണെന്ന് ഞാൻ പറയുന്നില്ല. അന്നേ ഞാൻ വിചാരിച്ചാണ് നിൻ്റെ ഈ അഹങ്കാരം. വെറും മൂഞ്ചിയ പടമായിപ്പോയി. സ്ലാപ്സ്റ്റിക് കോമഡിയുടെ പേരിൽ 2 ടൈം സോണാണ് കാണിച്ചേക്കുന്നത്. ഈ 2 ടൈം സോണായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സും ഇല്ല പടത്തിനകത്ത്. എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നതെന്നോ പിന്നെ വേറൊരു ലോകം കാണിച്ചേക്കുന്നുണ്ട്. ടു ബി കണ്ടിന്യൂഡ് എന്നാണ് ലാസ്റ്റ് കാണിച്ചേക്കുന്നത്. എന്തിനാണ് മൂഞ്ചാനോ? ഇനി എന്തിനാണ് ഒരു 4th പാർട്ട്? എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇനി 4th പാർട്ട് എന്നതിനകത്ത്. ധർമ്മജൻ ഈ പടത്തിനകത്ത് വെറുപ്പിച്ചേക്കുന്നതിന് കയ്യും കണക്കുമില്ല. യോ, എന്നാ ഓവറായിരുന്നു. അതേപോലെ തന്നെ ജയസൂര്യ പടത്തിൻ്റെ കംപ്ലീറ്റ് റിവ്യൂ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ജയസൂര്യയുടെ ചില ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ കോമഡിയാണെന്ന് അയാൾ വിചാരിക്കുകയാണ്, പക്ഷെ നമുക്കതൊന്നും കോമഡി ആയിട്ട് തോന്നിയിട്ടില്ല. അതേപോലെ തന്നെയാണ് ഷൈജു കുറുപ്പാണെങ്കിലും. 1-2